ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്തിനടുത്തുള്ള ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസിലാണ് കേട്ടോ ഇപ്പൊ നമ്മളുള്ളത്. ഹലോ മച്ചാമാരെ, ഇന്ന് നമ്മളുള്ളത് ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിന് മേളിലാണ് കേട്ടോ. ഈ കാണുന്ന വലിയ പാറയുടെ മുകളിലാണ്. ഇത് താഴെ കാണാനാണ് നമ്മുടെ ആനച്ചാടിക്കുത്ത്. ഇത് കുറേ സ്റ്റെപ്പുകളായിട്ട് താഴേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി പോകണ്ട കേട്ടോ. നമുക്ക് അവിടേക്ക് പോവാം. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇത് ആനച്ചാടി അല്ലെങ്കിൽ ആനയാടിക്കുത്ത് എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ തൊമ്മൻകുത്ത് വാട്ടർഫാൾസിന് പോകുന്ന റൂട്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ആനച്ചാടി വെള്ളച്ചാട്ടം ഉള്ളത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 90 അടി ഉയരത്തിലാണ് കേട്ടോ നമ്മുടെ ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ വാട്ടർഫാൾസിന് ഈ പേര് വരാനുള്ള കാരണം ഈ അടുത്തുള്ള വനമേഖലയിൽ നിന്നും വന്യമൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് വരുമായിരുന്നു. ആ കൂട്ടത്തിൽ ആനകൾ തമ്മിൽ കുത്തുകൂടി ഈ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴുമായിരുന്നു. അപ്പുറത്തുള്ളിലേക്ക് ഒരു വലിയ പാറയുണ്ട് കേട്ടോ. ആ പാറയിലേക്ക് നമുക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ പാലം കടന്നങ്ങോട്ട് പോകണം. വേണ്ടോ? ഇത് അടിപൊളിയാണ്ടോ, നല്ല നല്ല വ്യൂ ആണ്. സൂപ്പറാണ്ടോ ഇവിടെ കാണാൻ. നോക്കി താഴെ വെള്ളം ഒഴുകണു. ഇതാണ് ചാട്ടം. നമുക്ക് എന്തായാലും ഈ പാലം കടന്നേ ചായക്കടയിലേക്ക് ഒന്ന് പോയി നോക്കാം. പറ്റുമെങ്കിൽ ചായ കുടിച്ചിട്ട് വരാം. പെട്ടിക്കടയും കൂടി ഉണ്ട്. ഇത് നോക്ക്, ഈ പാറയുടെ മേളില് വീട്. മച്ചാനെ ഇതേ പോണു. മച്ചാൻ അങ്ങോട്ട് കൊണ്ടിട്ടോ. ഇതുണ്ടോ ഇവിടേക്ക് നോക്കി. ഇതുകൊണ്ടിട്ടോ താഴെ വെള്ളം ചാടണം. താഴെ വെള്ളച്ചാടണം. അങ്ങോട്ട് നോക്ക്. നൈസ് സെറ്റപ്പായുണ്ട്. ഇന്ന് മഴയില്ലാത്ത കാരണം വലിയ കുഴപ്പമില്ല. പക്ഷെ നല്ല മഴക്കാരുണ്ട് കേട്ടോ. മഴയില്ലെങ്കിലും മഴക്കാർ വെച്ചിട്ടുണ്ട്. മിക്കവാറും പണി കിട്ടാൻ ചാൻസുണ്ട്. നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ ഇതിന്റെ താഴേക്ക് പോകണം കേട്ടോ. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് പോയി നോക്കാം. ഈ പാറയുടെ മുകളിലുള്ള ഈ ചായക്കടയിൽ മുട്ട പുഴുങ്ങിയത്, മുളക് ബജി, പരിപ്പുവട അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങളുള്ളെങ്കിലും ഈ വെള്ളച്ചാട്ടം ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. മച്ചന്മാരെ നമ്മൾ അതായത് ഈ ആനച്ചാടി വെള്ളച്ചാട്ടം കാണാൻ, ആനച്ചാടി മാത്രമല്ല ഏത് വെള്ളച്ചാട്ടവും ഇങ്ങനെയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസിന് വേറെ ആരും ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, ഈ ഇതിൽ നല്ലോണം വഴുക്കലും തെന്നലൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് ഇതിനെ കടന്നു പോവുക. പിന്നെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇവിടെ ഇടാതിരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇനി നമുക്ക് പയ്യെ ഈ വഴി നേരെ താഴേക്ക് പോയി നോക്കാം. അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഈ പോകുന്ന വഴി നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ. നല്ല രസമാണ്, നല്ല തണുപ്പും വലിയ പാറയൊക്കെ ഉണ്ടോ. സൺഡേ ഒക്കെ കുറച്ച് ടൈം ഫാമിലി ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാനും പിന്നെ ഈ വെള്ളത്തിൽ കുളിച്ചിട്ട് പോകാനൊക്കെ പറ്റിയ അടിപൊളി ഒരു നാച്ചുറൽ വാട്ടർഫാൾസും പിന്നെ അതേപോലെ തന്നെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളും എന്നൊക്കെ പറയാം.